വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ എക്സാം ലൈവ്, ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, തലേ ദിവസം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും നാളത്തെ എക്സാമിൽ ഒന്ന് പാസ് ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമുക്കറിയാം, നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഈ ഒരു പേപ്പറിൽ ജയിക്കാൻ വേണ്ടത് വെറും 35 മാർക്കാണ്. സോ എക്സ്റ്റേണൽ 70 മാർക്ക്, ഇന്റേണൽ 30 മാർക്ക്, രണ്ടും കൂടി 35 മതി. അപ്പോൾ ഇന്റേണൽ ടോട്ടൽ 30 മാർക്കില് നമുക്ക് എങ്ങനെ പോയാലും 2 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതിയെങ്കിലും കിട്ടും, ഒരു 15 മാർക്ക് കിട്ടും മിനിമം. ദെൻ 70-ൽ നമുക്ക് പാസ്സാകാൻ വേണ്ടത് 21 മാർക്കാണ്. രണ്ടും കൂടിക്കഴിഞ്ഞാൽ അവിടെ 35-നേക്കാൾ കൂടുതൽ എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് 21 അല്ല, അതിനേക്കാൾ കൂടുതൽ എങ്ങനെ മേടിക്കാൻ സാധിക്കും, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് ഡി, എസ് എ പാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട് ബിയുടെ പ്രത്യേകത. പാർട്ട് ബി ആണെങ്കിലും പാർട്ട് എ ആണെങ്കിലും 2 മാർക്സ് ആൻഡ് 1 മാർക്സ് ക്വസ്റ്റ്യൻസാ. ഇതിന്റെ പ്രത്യേകത വളരെ ബേസിക് ക്വസ്റ്റ്യൻസും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏറ്റവും കൂടുതൽ വരുന്ന പാർട്ടുകളാണ് ഈ പറയുന്ന പാർട്ട് ഡിയും. ദെൻ ഞാൻ പറഞ്ഞു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിന്റെ ഏരിയാസ്. അതിൽ നമുക്ക് ടോട്ടൽ ചോദ്യങ്ങളിൽ എങ്ങനെ പോയാലും റിപ്പീറ്റ് ആയിട്ടുള്ളതും ഈസിയസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. ബാക്കിയുള്ള പാർട്ടിലാണ് മിക്കതും എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ പാർട്ട് ഡിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ 4 എസ്സേയിലെ 2 ചോദ്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. മിക്ക പേപ്പറിലും 4 എണ്ണത്തിൽ 2 എണ്ണം വളരെ ഈസി ചോദ്യങ്ങളായിരിക്കും. സോ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ബേസിക്സ്, മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു ടോപ്പിക് ബേസിക്സ്. പിന്നെ നമുക്ക് അറിയാം ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ടൈലറിന്റെ ഉണ്ട്, ബേസിക്സ് ആണ്. ദെൻ നെക്സ്റ്റ് 3 ടോപ്പിക്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. മോട്ടിവേഷനിലെ തിയറീസ് ഓഫ് മോട്ടിവേഷൻ, മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ERG തിയറി ഉണ്ട്, XY തിയറി ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ്, അതിന്റെ ബാരിയേഴ്സ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്. ലീഡർഷിപ്പില് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, ലീഡർഷിപ്പിന്റെ തിയറീസും മറ്റു കാര്യങ്ങളും. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും SCക്ക് ഉണ്ടാവും. പിന്നെ പ്ലാനിങ്ങിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ, പ്ലാനിങ്ങോ കൺട്രോളിങ്ങോ എല്ലാ പ്രാവശ്യം വരുന്നതാണ്. അപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികള് മാനേജ്മെന്റ് ബേസിക്സ്, ദെൻ ഈ 3 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ പറഞ്ഞു വരണം എന്നുള്ളത്. അപ്പോൾ 10 മാർക്കിന്റെയാണ്, 2 എണ്ണല്ലേ വേണ്ടോ? അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം കിട്ടാൻ ഞാൻ ഈ പറഞ്ഞ കുറച്ച് ടോപ്പിക്കുകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പലതിൻ്റെയും ഞാൻ ലൈവ് എടുത്തിട്ടുള്ളതാണ്. ആ പോയിന്റുകൾ നോക്കി കൺസെപ്റ്റ് പിടികിട്ടാൻ അധികം സമയം വേണ്ട. ജസ്റ്റ് 2 മണിക്കൂറിൽ തന്നെ ഞാൻ ഈ പല ടോപ്പിക്കുകളും ചാനലിലെടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 എസ്സേ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കൂടിയിട്ട് 10, ഒരെണ്ണത്തിൽ ഒരു 5 മാർക്കെങ്കിലും കിട്ടിയെന്നൊക്കെയാണ്. അപ്പോൾ 2 കൂടി 10 മതി. ഇനി ബാലൻസ് ഒരു 10-12 മാർക്ക് കിട്ടാൻ ഞാൻ പറഞ്ഞു 2 മാർക്സ് ആൻഡ് 1 മാർക്സ് മാത്രം സ്കോർ ചെയ്താൽ മതിയില്ലേ. 2 മാർക്കിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. 1 മാർക്കിലും മാനേജ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, 2 മാർക്കിൻ്റെ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാ. പ്ലാനിങ് എന്താണ്, പലതരത്തിലുള്ള പ്ലാൻസ് ഉണ്ട്, സ്ട്രാറ്റജിക് പ്ലാൻ, ടാക്ടിക്കൽ പ്ലാൻ, പോളിസി എന്താണ്, പ്രൊസീജിയർ എന്താണ്, കൺസെപ്റ്റുകള്, അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് പ്ലാൻ. 2 മാർക്കിലും പ്രതീക്ഷിക്കാം, 5 മാർക്കിലും പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്.
ദെൻ ഓർഗനൈസേഷൻ്റെ കേസിലോട്ട് പോകുമ്പോൾ ലൈൻ ഓർഗനൈസേഷൻ, സ്റ്റാഫ് ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ, ഇതൊക്കെ 2 മാർക്കിന് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഏരിയാസ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്? 2 മാർക്കിന് വരാം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലെ ഗ്രേപ്പ് വൈൻ എന്താണ്? ദെൻ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി 2 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. ഏതെങ്കിലും തിയറീസ് ഓഫ് മോട്ടിവേഷൻ, ERGയോ XYയോ 2 മാർക്കിന് വരാറുള്ളതാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റീസ് 2 മാർക്കിന് സെപ്പറേറ്റ് വരാറുണ്ട്. ഞാൻ പറഞ്ഞ എസ്സേയിലുള്ള പല കണ്ടന്റ്സും 2 മാർക്സിന് വരാം. അതുപോലെ തന്നെ കൺട്രോളിങ്ങിന്റെ ഏരിയസിലോട്ട് പോകുമ്പോൾ കൺട്രോളിങ് എന്താണ്, അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും ബേസിക്സ് ആണ്. ദെൻ നമ്മൾ സ്റ്റാഫിങ്ങിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നതാണ് ഇപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ, സിലക്ഷൻ എന്താണ്, റിക്രൂട്ട്മെന്റ് എന്താണ്, ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്താണ്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്താണ്, പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, മാൻ പവർ പ്ലാനിങ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിന് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്ന ഏരിയാസ് ആണ്. സോ ഇങ്ങനെ പിന്നെ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി, ഫയോളുടെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കുക. അതിൽ ഏതെങ്കിലും 1 2 2 മാർക്കിൻ്റെലും 1 മാർക്കിൻ്റെലും വരാറുണ്ട്. ഇപ്പൊ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ, ഡിവിഷൻ ഓഫ് ലേബർ, എസ്പിരിറ്റ്, ഡീകോപ്സ് എന്താണ്, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് എന്താണ്, സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ എന്താണ്, 14 പ്രിൻസിപ്പിൾസിൽ ഏതെങ്കിലും 1 2 എല്ലാ പ്രാവശ്യം വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ 2 മാർക്സിൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന പല ചോദ്യങ്ങളുടെയും വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. സോ ഈ 2 മാർക്കിൽ നമുക്ക് ടോട്ടൽ 8 ചോദ്യങ്ങളിൽ 6 എഴുതണ്ടേ. അതിൽ നമുക്കൊരു 3 4 കിട്ടിയാൽ മതി. ഒരു 3 പകുതി കിട്ടിയാൽ മതി, അവിടെ തന്നെ 6 മാർക്കായില്ലേ. ദെൻ 1 മാർക്കിൻ്റെ ഈ പറഞ്ഞ പല ചോദ്യങ്ങൾ അവിടെയും കാണാം. അതിൽ നിന്നൊരു 4 കിട്ടിയാൽ മതി. അപ്പൊ തന്നെ ഏകദേശം 10 മാർക്കായി. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് 5 മാർക്കിന്റെ ഏരിയയിലും പ്രതീക്ഷിക്കാം. നമുക്ക് അറിയുന്ന പോലെ ആ ഒരു പാർട്ടും പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കും ഈസി ആയിട്ട് പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. അപ്പോൾ ഈ 2 മാർക്സ് ആൻഡ് 1 മാർക്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും പഠിച്ച് അവസാനിപ്പിക്കാൻ ടോട്ടൽ ഒരു 10-15 ചോദ്യങ്ങളല്ലോ. 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഒക്കെ 2 സെന്റൻസ് 3 സെന്റൻസാ ആകെ കൂടി നമുക്ക് 1 മണിക്കൂറിനെ ഇതൊക്കെ പഠിച്ച് അവസാനിപ്പിക്കാം. എസ്സേയിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അവസാനിപ്പിക്കാനും 1-2 മണിക്കൂർ മതി. ഇപ്പൊ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോട്ടൽ 70ൽ 21 എബവും ഇന്റേണലിലെ മാർക്കും കൂടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ പാസ്സായിരിക്കും എന്നുള്ളത് ആരും പറയാവേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ എക്സാം റിലേറ്റഡ് ലൈവില് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഷോർട്ടാക്കി പറഞ്ഞിട്ടുള്ളതാണ്. 2 മണിക്കൂർ കൊണ്ട് തന്നെ മെയിൻ ആയിട്ട് വരുന്ന പല കണ്ടന്റ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പാസ്സായിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി ലൈവ് സെഷൻ ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി അറ്റൻഡ് ചെയ്യാം നിങ്ങൾ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും പാസ് ആകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you and all the very best.